ഇന്ന് രാവിലെ എന്നോട് ഒരാൾ ചോദിച്ചു, ഡോക്ടറെ ഈ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലങ്ങളിൽ കുറേ ഉണ്ടല്ലോ ഈ ചൂടിൻ്റെ കൂടുതൽ കാരണമാണ് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നത്. ചിലർ വല്ല പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ചില ആ, എന്തെങ്കിലും പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്റ്റേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകോപനപരമായ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നുണ്ട്. പല നേതാക്കളും അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ചില കലാകാരന്മാരും അങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? അപ്പോൾ ഇതിന് കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്നാം പ്രതി ആരാന്ന് ചോദിച്ചാൽ ഹൃദയത്തിൻ്റെ ബ്ലോക്കുകളാണ്. ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ പല രീതിയിൽ ഉണ്ടാകുമല്ലോ. ഒരു പരിധി പ്രധാന കാരണങ്ങൾ ചിലത് മാത്രം പറയാം. എന്നെക്കാൾ അറിവുകളുടെ കാർഡിയോളജിസ്റ്റൊക്കെ പറയാറുണ്ട്. എന്നിരിക്കലും എൻ്റെ പരിമിതമായ അറിവുകൾ പറഞ്ഞാൽ, ഒന്ന് പാരമ്പര്യമായിട്ടുള്ള ഹൃദ്രോഗം ഉണ്ടാകാറുണ്ട്. രണ്ടാമത് രക്തസമ്മർദ്ദം കൂടുതലുള്ളവർ ഈ പറയുന്ന ഹൃദ്രോഗം ഉണ്ടായി ഹൃദയം നിന്ന് പോകാം, അല്ലെങ്കിൽ ഹൃദയധമനിലേക്ക് രക്തോട്ടം കുറയാം. പിന്നെയുള്ളത് പ്രമേഹ രോഗമുള്ളവർക്ക് ഇത് കണ്ടുവന്നിട്ടുണ്ട്, കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഈ മനുഷ്യർ മാത്രം ഇതുണ്ടാകുന്നു? മൃഗങ്ങളിൽ അധികം കാണുന്നില്ല. ഇങ്ങനെ മൃഗങ്ങളിലുണ്ടെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ വളർത്തുന്ന വലിയ വലിയ പുതിയ രീതിയിലുള്ള നായ്ക്കൾ, അത് ഈ വ്യായാമമൊന്നുമില്ല, അതിൻ്റെ ഓടി കഴിയുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ചത്ത് കിടക്കുന്നത് കാണും. മനുഷ്യരിലാണെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ ബൾക്കി ശരീരമുള്ള ആൾക്കാർ, അവർക്കിങ്ങനെ അവരുടെ ഈ കൊളസ്ട്രോളിൻ്റെ ഉപഘടകങ്ങൾ, LDL, ഈ ട്രൈഗ്ലിസറൈഡ്, ഇതൊക്കെ കൂടി നിന്ന് കഴിഞ്ഞാലും ഈ പറഞ്ഞ രക്തത്തിൻ്റെ ഒഴുക്ക് കുറയും, ഹൃദയപേശിയിലേക്ക് ഒഴുക്ക് കുറയും. അതുപോലെ തന്നെ തലച്ചോറിനകത്ത് രക്തക്കൊണ്ടുണ്ടായി സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഞാനൊരു ജനറൽ പ്രാക്ടീഷണറാണ്. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഈ പലതരത്തിലുള്ള ആൾക്കാരെയും കണ്ടുമുട്ടുന്നുണ്ട്. പല രീതിയിലുള്ള ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു ട്രാഫിക് പോലീസിനോട് ചോദിക്കുന്നില്ല, ഡോക്ടറെ നെഞ്ചിന് ചെറിയ വേദന, ഗ്യാസാന്ന് പറഞ്ഞിട്ട് 6-7 തവണ കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടു, ഒരു കുറവുമില്ല ഡോക്ടറെ, എന്നാ കാണിക്കേണ്ടത്? കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് ഇന്ന ആൾക്കാർ പോയി കാണുക എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും ECGയിൽ സ്വല്പം ചേഞ്ച് ഉണ്ട്. ഒന്നുകിൽ ആൻജിയോഗ്രാം ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, അല്ലെങ്കിൽ 2-3 ബ്ലോക്ക് ഉണ്ടെങ്കിൽ പറയും ഒരു ബൈപ്പാസ് ചെയ്യാതെ. ഇത് താങ്ങാൻ പറ്റാത്ത ഒരു പറ്റം ആൾക്കാരുണ്ട് വിവിധ കാരണങ്ങളാൽ. ഒന്ന് സാമ്പത്തിക ഞെരുക്കത്താൽ, ഒന്ന് പേടി, ഭയം. ഇതൊക്കെയാണെങ്കിലും ഈ പറയുന്ന രക്തക്കൊള്ളിലുണ്ടായിരിക്കുന്ന കൊഴുപ്പുകൾ ആണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ. കൊഴിഞ്ഞു വീണ് മരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹൃദയപേശികളിലേക്ക് അല്ലെങ്കിൽ സിരകളിലേക്കുള്ള രക്തോട്ടം കുറയുന്നു. രക്തോട്ടം കുറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് മുഴുവൻ ഈ നമ്മൾ പൈപ്പിൽ സാധാരണ GI പൈപ്പിനകത്തൂടെ വെള്ളം ഒഴുകിക്കൊണ്ട് വിടുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇതിനകത്ത് കുറ്റി പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ അത് ചെളി പിടിക്കുന്ന പോലെ, അതിനകത്ത് തുരുമ്പ് പിടിക്കുന്ന പോലെ നമ്മുടെ ഹൃദയ ധമനികളിലേക്കുള്ള രക്തോട്ടത്തിനും ബ്ലോക്കുകളുണ്ടാകും, തടസ്സം നിൽക്കും. വികാരഭരിതമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പം കൊണ്ട് കൂടും, സമ്മർദ്ദം കൂടും. സമ്മർദ്ദം കൂടി വന്ന് ഈ ഹൃദയം, അതായത് പമ്പ് ബ്ലോക്ക് ആണെങ്കിൽ, ഈ പൈപ്പ് ബ്ലോക്ക് ആണെങ്കിൽ ഹൃദയം അങ്ങോട്ട് പടപെടാന്ന് ഒരു പരിധി വരെ നിന്ന് ഈ ഹൃദയത്തിന് അങ്ങോട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ അതായത് ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പൈപ്പിൻ്റെ അങ്ങേറ്റവും അടച്ചു വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് പമ്പ് നിന്ന് പോകുന്ന പോലെ അങ്ങോട്ട് ഹൃദയം അങ്ങോട്ട് നിൽക്കും. അതിന് താച്ചിക്കാഡിയ എന്ന് പറയും. ഇത് തന്നെ പല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു കയറ്റം കയറി പോകുമ്പോഴും ഏതൊക്കെയായാലും ഒരു 50 സ്റ്റെപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഒരു 500 മീറ്ററും കൂടി ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ബസ് കാത്തുനിന്ന് ഓടി എത്തുക. ഹൃദയത്തിൻ്റെ ഇടിപ്പം കൊണ്ട് കൂടുന്നു. ഒരു പരിധി വരെ അങ്ങനെ നിന്ന് കഴിയുമ്പോൾ പിന്നെ ഹൃദയം അടിച്ചടിച്ച് സ്പീഡ് കുറഞ്ഞ് തലച്ചോറിനകത്തോട് രക്തോട്ടം നിൽക്കുന്നു, അവിടെ കൊഴിഞ്ഞു വീഴുന്നു, അവിടെ മരിക്കുന്നു. തലച്ചോറിനകത്തോട് മാത്രമല്ല ഹൃദയപേശിയിലൊക്കെ രക്തോട്ടം കുറഞ്ഞ് അങ്ങ് സ്റ്റക്കായി ആൾ മരിക്കുന്നു. ഒരു വേദന ഉണ്ടാകാമെന്നൊന്നും നിർബന്ധമില്ല. ഇത് സാധാരണമായിട്ടുള്ള ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ ഈ കൊഴുപ്പടിയാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്തുണ്ട് 3-ാമത്തെയും 4-ാമത്തെയും 6-ാമത്തെ തലമുറയ്ക്ക് വരെ സംഭരിച്ച് ഇത് നമ്മൾ ധനം സമാഹരിച്ച് വെക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നു. അന്ന് കാലത്ത് മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്തെല്ലാം ഉണ്ടാക്കി വെക്കും. ഇപ്പോഴത്തെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല.
ഒരു 5000 രൂപ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ കൂലിപ്പണിക്കാർ പോലും അവർ ആ ആഴ്ച അവസാനം പോയി ആഘോഷിക്കുകയായിരുന്നു. കണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് തിന്നും. പണ്ട് കാലത്ത് ഞാൻ ചെറുപ്പകാലങ്ങളിൽ ഓർക്കുന്നു, 6 മാസങ്ങളിൽ ഒരിക്കലും ആരെങ്കിലും വീട്ടിലാരെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോഴായിരിക്കും ഒരു കോഴിയുടെ കാല് തിന്നാൻ സൗഭാഗ്യം കിട്ടുന്നുണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴായിരിക്കും ഒരു 1 കിലോ ഇറച്ചി മേടിച്ച് തിന്നാൻ പറ്റുന്ന സൗഭാഗ്യം കിട്ടുക. ഇതിപ്പോൾ അങ്ങനെയാണോ? ഇപ്പം 100 ഗ്രാം മുതൽ എത്ര ഗ്രാമിൻ്റെ വേണേലും ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി സാധനങ്ങൾ കിട്ടും. അത് നല്ല ഫ്രൈ ചെയ്ത് എണ്ണയിൽ അതൊക്കെ അടിച്ച് കയറ്റി അജിനോമോട്ടോ എല്ലാം കയറ്റി തിന്ന് വളരെ രുചികരമായിട്ട് തിന്നിട്ട് അടിക്കുക, അടുത്ത സ്റ്റേഷനിലെത്തുക. അതുപോലെ ലൈഫാണ് ഇപ്പോൾ സർവ്വസാധാരണം. ഏത് ചെറുപ്പക്കാരിലും ഇപ്പം കാണുന്നതാണ് ഫുഡ് ഇഷ്ടം പോലെ വലിച്ചു കയറ്റുക. മൃഗങ്ങൾ അങ്ങനെയല്ല, മൃഗങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തും. എത്ര എല്ലാമാണ് ശരി. നമ്മൾ ഈ പറയുന്ന നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ കാണുന്നതാണല്ലോ, ഈ കടുവയൊക്കെ ആണെങ്കിൽ ഒരു പോത്തിനെയോ കാട്ടുപോത്തിനെയോ പ്ലാവിനെയോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് തിന്നതിന് ശേഷം അതുകൊണ്ട് ഞങ്ങൾ മരത്തിൻ്റെ മുകളിൽ വേറെ ആരും തിന്നാനൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ട് പോകും. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും വരുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. അവന് ഇന്ന് ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് ഒരു ചോറുണ്ട് കഴിഞ്ഞാൽ 2 മണി ഒരു ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതും കൂടെ കിട്ടും. അതും കൂടെ കിട്ടിക്കഴിയുമ്പോഴോ ഒരു 3 മണിക്കൂർ വേറെ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ ഫാറ്റി ഫുഡുകൾ എന്തെങ്കിലും വിളിച്ച് കയറ്റും. അപ്പോൾ അങ്ങവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഭയങ്കരമായിരിക്കും. ഇപ്പോഴത്തെ ശരാശരി ഒരു തൂക്കം ഒരു ചെറുപ്പക്കാരില്ല, ഒരു 18 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് പ്രായം വരെയുള്ള കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഓവർ വെയ്റ്റാണ്. ഓവർ വെയ്റ്റ് എന്നതിന് മാത്രമല്ല, അവൻ്റെ വയറും കൊഴുപ്പും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊഴുപ്പടിഞ്ഞ് കയറി ഈ ശരീരത്തിൻ്റെ വയറിലൊക്കെ ഉണ്ടാകുന്ന കൊഴുപ്പടിയുന്ന പോലെ തന്നെ അവൻ്റെ കുടൽമാലയിലും കൊഴുപ്പടിയും എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആമാശയ ഭിത്തികൾ ഇങ്ങനെ കൊഴുപ്പടിയും. പിന്നെ പറയാൻ രക്തക്കൊള്ളി അടിച്ചായിരിക്കുമല്ലോ, ഈ രക്തക്കൊള്ളൊക്കെ കൊഴുപ്പടിഞ്ഞാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇതൊരു നമ്മളുടെ ജീവിതത്തിൻ്റെ ശൈലി മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പിന്നെ രക്തഓട്ടം കുറഞ്ഞ് ഹൃദയം നിന്ന് ഹൃദയത്തിന് ഹൃദയാഘാതം ഉണ്ടാക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് ഇത്രയും ഇല്ലായിരുന്നു. ഇല്ലാതെ കാരണം അന്നത്തെ ജീവിത രീതി അവരുടെ ഫുഡ് ഹാബിറ്റ്സുമായിരുന്നു. അത് മാത്രമല്ല, ഇത് ഇപ്പം എല്ലാവരും ചോദിക്കും, ഇപ്പം കൂടുതൽ കണ്ടുവരാറുണ്ട് ഇതന്നെ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ മരിക്കുന്നത്. പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു. പണ്ട് കാലത്തും ആൾക്കാരൊക്കെ മരിക്കുമായിരുന്നു. ഇത്രയില്ലെങ്കിലും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും യാതൊരു അറിവും ഇല്ലായിരുന്നു. ഇന്നടത്ത് ഇന്നയാൾ മരിച്ചു പോകുന്ന അറിഞ്ഞാൽ ആരും അറിയില്ല. ഇപ്പം കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ള കാരണം കൊണ്ടും ഈ പറയുന്ന ഹൃദയാഘാതം കൂടുതലുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഹൃദയം നിന്നുപോയി കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ നമ്മളറിയുന്നത്. അപ്പം ഇതിനുള്ള പ്രതിവിധി എന്ത്? ഒന്ന്, പാരമ്പര്യ രോഗമുള്ളവർ ഏറ്റവും വിജിലൻ്റ് ആയിട്ടിരിക്കണം. 40 വയസ്സ് കഴിഞ്ഞാൽ, 40 വയസ്സ് കഴിയണ്ട, 24 വയസ്സുകാരന് പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞാൽ കൊടുവാള് നിങ്ങളുടെ കഴുത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നവർ ആദ്യം ചിന്തിക്കുക. രണ്ടാമത്, പ്രമേഹ രോഗമുള്ളവർക്കും ഇതേ രീതി തന്നെ സംഭവിക്കാം. ഹൃദയത്തിന് കേട് പറ്റാം. മൂന്നാമത്, ഈ വ്യായാമം ഇല്ലാതിരിക്കുന്ന കുടവയറന്മാരും വയറും ചാടി കൊഴുപ്പടിഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാകാം. അതൊരു പ്രധാന കാരണങ്ങളൊന്നാണ്. അപ്പം കൊഴുപ്പിനെ ശരീരത്തിൽ നിന്ന് അകറ്റുക, ജീവിതശൈലി നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. പിന്നെ പാരമ്പര്യ രോഗമുള്ളവർ ഒരു റെഗുലറായിട്ട് പാരമ്പര്യ രോഗമായി ഹൃദയസ്തംഭനമായ അസുഖങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ടും കൊളസ്ട്രോളിൻ്റെ ഉപഘടകങ്ങൾ നോക്കി മരുന്ന് കൃത്യമായിട്ട് കഴിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കും പിടിക്കും. പിന്നെ വേറെ ഉള്ളതാണ്, ഈ ബ്ലോക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കീലേഷൻ നടത്തി കഴിഞ്ഞാൽ രക്തക്കൊള്ളിൽ അടിഞ്ഞു കുഴിക്കുന്ന കൊഴുപ്പുകൾ, ലവണങ്ങൾ, കാൽഷ്യം ബ്ലേക്കുകൾ ഇതെല്ലാം കീലേറ്റ് ചെയ്ത് പോകും. ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നു, കുഴഞ്ഞു വീണ ആൾ അബോധാവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നതിന് പ്രധാന കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ജീവിതശൈലി തന്നെ. അവൻ അനാവശ്യമായ ഫുഡ് കഴിക്കുന്നു, ശരീരത്തിന് ഹാനികരമായ ഫുഡ് കഴിക്കുന്നു, ഹാനികരമായ രീതിയിലുള്ള വ്യായാമം ഇല്ലാതെ എവിടെയെങ്കിലും എപ്പോഴും എങ്ങോട്ടും നടന്നു പോകുന്നതിന് പകരം ബൈക്കിന് കയറി പോവുക, അല്ലെങ്കിൽ ഉടനെ ഒരു 1.5 കിലോമീറ്റർ ദൂരെ പോകണമെങ്കിൽ കാർ എടുത്തുകൊണ്ട് നീങ്ങുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വ്യായാമം തീരെയില്ലെന്നായി പോകുന്നു. ഇതിന് ഉള്ളൊരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ ജീവിതക്രമം മാറ്റുക. ഒന്ന്, അനാവശ്യമായ ഫുഡ് കഴിക്കാതിരിക്കുക. ചെറുപ്പക്കാർ പ്രത്യേകിച്ചും കണ്ട ഫാസ്റ്റ് ഫുഡ് അവിടുന്ന് ഇവിടുന്ന് കയറി എല്ലാം തിന്ന് വയറ് നിറയ്ക്കാതെ ആവശ്യത്തിനുള്ള കലോറി ശരീരത്തിൽ കയറാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക.
ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിന് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ഏത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ വ്യായാമം, പിന്നെ മരുന്നുകൾ, പിന്നെ ഈ ബ്ലഡ് വെസൽ ക്ലീനിങ്ങുള്ള ചികിത്സാക്രമങ്ങൾ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് ഒരു പരിധിവരെ ഒഴിക്കാൻ പറ്റും. പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ, പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമുള്ളവരൊക്കെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു.